പൊതുവെ രണ്ട് സ്വഭാവമുള്ള അനിയത്തിയും ചേച്ചിയുമൊക്കെ എല്ലായിടത്തും വഴക്കായിരിക്കും. എന്നാൽ റേച്ചലിൻ്റെയും പേളിയുടെയും കാര്യത്തിൽ അത് നേരെ തിരിച്ചാണ്. റേച്ചൽ അങ്ങനെ എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറയുന്ന ഒരാളല്ല. മറിച്ച് പേളി എല്ലാം സോഷ്യൽ മീഡിയയിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കെ തന്നെ പേളിയും റേച്ചലും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു മെസ്സേജാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട റേച്ചൽ എന്ന് നമുക്കറിയാം. ഇതിനു മുൻപും പേളി പറഞ്ഞത് തെറ്റാണ് എങ്കിൽ അത് മാറ്റി പറയിപ്പിക്കുകയും അതുപോലെ തന്നെ പല സംഭവങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ റേച്ചൽ അയച്ച ഒരു മെസ്സേജാണ് പേളിയുടെ കണ്ണ് നിറയിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം നിൻ്റെ ഒരു എപ്പിസോഡ് കണ്ടു. ശരിക്കും പറഞ്ഞാൽ ഞാൻ സന്തോഷിച്ചു, ഒരുപാട് ചിരിച്ചു. അതിനേക്കാൾ ഉപരി നീ ഇന്ന് എത്തി നിൽക്കുന്ന നിലയിലേക്ക് നോക്കുമ്പോൾ ഞാൻ ഒരുപാട് സന്തോഷവതിയാണ്. എല്ലാവരെയും ചിരിപ്പിക്കാൻ പറ്റുന്നു. എല്ലാവരും നിൻ്റെ ഷോയിലേക്ക് ചിരിക്കാൻ വേണ്ടി വരുന്നു. അവരെല്ലാവരും അത് പറഞ്ഞ് ആസ്വദിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നിൻ്റെ ഷോയിലേക്ക് ഓടി വരുന്ന ആളുകളെ കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ഭുതവും അതുപോലെ സന്തോഷവും തോന്നുന്നു. നീ ഇങ്ങനെ വലിയൊരാളാകുമെന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു. എപ്പോഴും നിൻ്റെ പിന്നിൽ ഞാനുണ്ട് എന്ന് നീ പറയാറുണ്ട്. എന്നാൽ നീ എനിക്ക് തരുന്ന ഇൻസ്പിറേഷൻ ചെറുതൊന്നുമല്ല. എൻ്റെ ജീവിതത്തിൽ നീ 2 കുട്ടികളുമായി ചെയ്യുന്ന കാര്യങ്ങൾ വളരെ വലുതാണ് എന്ന് തന്നെ പറയണം. നിൻ്റെ ജീവിതത്തിൽ പലരും ഇങ്ങനെ അടഞ്ഞു പോകുന്നവരുണ്ട്. പക്ഷെ നീ ഈ സമയത്ത് അതിനെല്ലാം തന്നെ മാറ്റി അവിടെ പോസിറ്റിവിറ്റി കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അതൊരു നല്ല കാര്യമാണ്. എപ്പോഴും ഞാനത് നിന്നോടൊപ്പം തന്നെ പറയും സേറ. പേളിയെ സേറ എന്നാണ് റേച്ചൽ വിളിക്കുന്നത്. റേച്ചലിനെ വാവാച്ചി എന്നാണ് ശരിക്കും പറഞ്ഞാൽ പേളി എപ്പോഴും വിളിക്കുന്നത്. പേളിയും റേച്ചലും സഹോദരിമാരാണെങ്കിലും സാധാരണയുള്ളവരെ പോലെ എപ്പോഴും അടിയുണ്ടാക്കുകയും അങ്ങനെ കഴിയുന്നവരല്ല. മറിച്ച് വളരെയധികം സ്നേഹത്തോടെ പരസ്പരം വിശ്വാസത്തോടെ പരസ്പരം വളരെയധികം ബഹുമാനത്തോടെ കഴിയുന്ന ചേച്ചിയും അനിയത്തിയുമാണ്. റേച്ചൽ എപ്പോഴും പേളിയോടൊപ്പം തന്നെ നിൽക്കാറുണ്ട്. എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാറുണ്ടെന്നും അങ്ങനെ ഒരു സ്വഭാവക്കാരിയാണ് എന്നത് മാത്രമാണ് എപ്പോഴും പ്രേക്ഷകർ കണ്ടെത്തുന്നത്. എന്നാൽ പേളിയോടൊപ്പം എല്ലാ കാലത്തും റേച്ചൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞേ മതിയാകും. എപ്പോഴും അതൊരു വലിയ കാര്യമായി തന്നെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സഹോദരിമാരുള്ളത് ഒരു അനുഗ്രഹമാണ് എന്ന് കൂടി പറയണം. എല്ലാ കാര്യത്തിലും നമ്മളെ പിന്തുണയ്ക്കുന്ന ഒരാൾ. പക്ഷേ എല്ലാവർക്കും തോന്നും ഞങ്ങൾ തമ്മിൽ വലിയ പ്രശ്നങ്ങളാണ് എന്നത്. അത് എല്ലാ ചേച്ചിമാരുടെയും അനിയത്തിമാരുടെയും ഒരു ടോപ്പ് സീക്രട്ടാണ്. ഞങ്ങൾ എപ്പോഴും അങ്ങനെ തന്നെ കാണപ്പെടും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ വലിയ സ്നേഹത്തിലായിരിക്കും. പേളിക്കൊരാവശ്യം വന്നപ്പോൾ റേച്ചൽ ഓടിയെത്തുന്നത് കണ്ടു. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും. റേച്ചലിന് അങ്ങനെ പറയേണ്ട കാര്യമേ ഇല്ല. എന്നാൽ താൻ എത്രമാത്രം അഭിനന്ദിക്കുന്നുവെന്നും അഭിമാനിക്കുന്നുവെന്നും റേച്ചൽ പറയുമ്പോൾ അത് പേളിക്കുണ്ടാകുന്ന ഒരു മാറ്റം വളരെ വലുതാണ്. രാവിലെ ആ മെസ്സേജ് കണ്ട് എഴുന്നേൽക്കുക എന്നൊക്കെയുള്ളത് വളരെയധികം തന്നെ സന്തോഷമുള്ളൊരു കാര്യമാണ്. പേളി വളരെയധികം ഇമോഷണൽ ആയൊരു വ്യക്തിയാണ്. ഉറപ്പായും ഈ മെസ്സേജ് കണ്ട് പേളി കരഞ്ഞിട്ടുണ്ടാകും. അങ്ങനെയാണ് അനിയത്തിയുടെ സ്നേഹപ്രകടനം നടത്തിയിരിക്കുന്നത്. അതും റേച്ചൽ അങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാറില്ല. പ്രകടിപ്പിക്കുമ്പോൾ ഇത്തരം വാക്കുകൾ കൊണ്ട് നിറയ്ക്കാറാണ് പതിവ്. അതാണ് പേളി ശരിക്കും പറഞ്ഞാൽ ഞെട്ടിയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.